ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പതിവ് പോലെ തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്നല്ലോ. അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പഠനം അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ കർത്താവിടെയാക്കണം. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈനിൽ കൂടി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമായിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ കൂടി പിന്നെയും ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കപ്പെടുകയാണ്. ചില തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തുടർന്ന് ക്ലാസ്സുകൾ ഇടുവാനായിട്ട് സമയം ലഭിച്ചില്ല. എന്നാൽ ഇന്ന് ഇപ്രകാരമായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ് ആരംഭിച്ച നിമിഷം മുതൽ ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇതുവരെ കാണിച്ചിരിക്കുന്ന എല്ലാ സഹകരണങ്ങൾക്കും ഒറ്റവാക്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും അറിയിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കപ്പെടുകയാണ്. നാം ആദ്യമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി ചില ക്ലാസ്സുകൾ നാം ആദ്യം ചിന്തിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകത്തോടനുബന്ധിച്ച് അതിൻ്റെ മുഖവര എന്ന വണ്ണം 2 ക്ലാസ് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഉൽപ്പത്തി പുസ്തകത്തിനെക്കുറിച്ചുള്ള ഉള്ളടക്കവും 1-ാം വാക്യവും 2-ാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാനിടയായി തീർന്നല്ലോ. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിപ്പിക്കപ്പെടുകയാണ്. പല അഭിപ്രായങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ഉം 2-ഉം ഉള്ള അധ്യായങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1-ഉം 2-ഉം അധ്യായങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വിവിധ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച്, ഈ അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അത് കാണുവാനും കേൾക്കുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കിടക്കാതെ പരിശുദ്ധാത്മാവ് അതിൽ കൂടി നമ്മോട് എന്താണ് സംസാരിക്കാനുള്ള ആത്മീക തലത്തിൽ സംസാരിക്കാൻ എന്താണ് ഉള്ളതെന്നതിനെക്കുറിച്ചും ആ വിഷയത്തോടനുബന്ധിച്ച് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഭൂമിയെയും ആകാശത്തെയൊക്കെ സൃഷ്ടിച്ചതായിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. 1-ാം വാക്യത്തിൽ പറയുന്ന കാര്യത്തിനും 2-ാം വാക്യത്തിൽ പറയുന്ന സംഭവത്തിനും മധ്യേ ചില യുഗങ്ങൾ ദൈർഘ്യമുണ്ട് എന്നുള്ള അഭിപ്രായത്തോടു കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചില കാര്യങ്ങൾ
ചിന്തിക്കുവാനിടയായി തീർന്നു. വിവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽ നിന്നൊക്കെ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും നാം പുസ്തകം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാണുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പിന്നിൽ ഒരു ദൈവികമായിരിക്കുന്ന പദ്ധതിയുണ്ട്, അല്ല ദൈവം എന്നൊരു വ്യക്തിത്വം അതിൻ്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയേണ്ടതുണ്ട്. അപ്രകാരമാണ് ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും തുടർന്നുള്ള കാര്യത്തെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ അല്പമായി ചില കാര്യങ്ങൾ ചിന്തിച്ചു. ആ ഭൂമിയെ നല്ല രീതിയിൽ പാർപ്പിനത്ര സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. ആ മനോഹര ഭൂമി ഏതോ ചില കാരണത്താൽ പാഴും ശൂന്യമായി തീർന്നു. എന്നാൽ ദൈവം ആ ഭൂമി അങ്ങനെ ഇട്ട് കളയാതെ അതിനെ വീണ്ടും മനോഹരാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ആ ദൈവിക പദ്ധതിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് നിർത്തുവാനിടയായി തീർന്നത്. ആ ഭൂമിയുടെ 7 വിധത്തിലുള്ള അവസ്ഥയെക്കുറിച്ചും നാം അക്കമിട്ട ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ഭൂമിയെ മനോഹരാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ആ ഭൂമിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ ഒരു ലെവലിലായിത്തീർന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ 1-ാം അധ്യായം 3 തുടങ്ങിയുള്ള അല്ലെങ്കിൽ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ക്ലാസ്സിൽ ഞാൻ തുടർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തുടർന്നുള്ള അല്ലെങ്കിൽ 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചു, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ച കാര്യമാണ് നാം വായിച്ചിട്ടിരിക്കുന്നത്. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം എടുത്തൊന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് മനോഹര ഭൂമി ചില കാരണത്താൽ പാഴായും ശൂന്യമായും തീർന്നു പോയി, അല്ല നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അങ്ങനെ അതിനെ ഇട്ട് കളയാതെ അതിനെ പുനരുദ്ധരിച്ച് വീണ്ടും മനോഹരാവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവം തീരുമാനിച്ച്, അല്ലെങ്കിൽ അതിനെ ആലോചിച്ച് ചില ദിവസങ്ങൾ വേർതിരിച്ച് ഏതാണ്ട് 6 ദിവസം കൊണ്ട് ഈ സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിക്കുന്ന 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന ആ ഒരു ചരിത്രമാണ് തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 1-ാം ദിവസം, ആ ദിവസം വേർതിരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ദിവസത്തിൻ്റെ 1-ാം ദിവസം ദൈവം ചെയ്ത കാര്യമാണ് ഇപ്പോൾ നാം വായിച്ച് കേട്ടിരിക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു എന്നാണ് നാം വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടിരിക്കുന്നത്. ശരി, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കപ്പെടുകയാണ്. ഒന്നാം ദിവസത്തെ സൃഷ്ടി. വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. 1-ാം ദിവസം വെളിച്ചവും
വെളിച്ചമുണ്ടാക്കി. ഉൽപ്പത്തി 1:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ദിവസങ്ങളുടെ യഥാർത്ഥ ആരംഭമാകുന്നു. ഇതോടുകൂടി പാഴും ശൂന്യവുമായിരിക്കുന്ന ഭൂമിയുടെ പുതിയ ചരിത്രം ആരംഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ദൈവം കൽപ്പിച്ചു എന്ന് പല പ്രാവശ്യം ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാം ദിവസം വെളിച്ചം സൃഷ്ടിച്ചു എന്നല്ല, അത് ആദിമ ഭൂമിയിൽ പെട്ടതായിരുന്നു, അതിനെ ഉണ്ടാക്കി എന്ന് ആണ് കാണുവാൻ സാധിക്കുന്നത്. വെളിച്ചം അല്ലെങ്കിൽ വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വെളിച്ചം ഒരു വസ്തു അല്ല, അഖിലാണ്ടത്തിലെ ശക്തിയുടെ പ്രദർശനമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നാം ദിവസത്തെ വെളിച്ചം സൂര്യനിൽ നിന്നുള്ള വെളിച്ചമല്ലായിരുന്നു, അത് സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ വെളിച്ചം ആയിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത് 4-ാം ദിവസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സൃഷ്ടിയുടെ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ 4-ാം ദിവസത്തെ സൃഷ്ടിയിലാണ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 1-ാം ദിവസത്തെ സൃഷ്ടി, ഈ വെളിച്ചം എന്തായിരുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ വെളിച്ചം എന്ന് പറയുന്നത്, നമ്മൾ വെളിച്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ചലനത്തോട് കൂടിയതായിരുന്നു. അത് സെക്കൻഡിൽ 1,86,000 മൈൽ വേഗത്തിൽ അത് സഞ്ചരിക്കുന്നെന്നും അതിനാൽ ഒരു സ്ഥലത്ത് അതിനെ അടച്ചു സൂക്ഷിക്കുവാൻ സാധ്യമല്ല എന്നും, വെളിച്ചമെന്നത് പ്രകൃതിയുടെ മൂലശക്തികളിൽ എല്ലാറ്റിലും സൂക്ഷ്മമായതുകൊണ്ട് മാത്രമല്ല, എല്ലാ ജീവൻ്റെയും ക്രമത്തിൻ്റെയും ഉപാധിയും ആയതുകൊണ്ട് അത് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ച വെളിച്ചം സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ വെളിച്ചമല്ല, അവയെ സൃഷ്ടിച്ചത് 4-ാം ദിവസമാണെന്ന് നാം പറഞ്ഞല്ലോ. എന്നാൽ 1-ാം ദിവസത്തെ വെളിച്ചം എന്തായിരുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ചില വാക്യങ്ങളിലേക്ക്, പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ ശ്രദ്ധയൊന്ന് തിരിക്കണം എന്ന് നാമത്തിൽ ഓർപ്പിക്കപ്പെടുകയാണ്. എന്നാലാണ് ഈ 1-ാം ദിവസത്തിൽ പറയുന്ന സൃഷ്ടി അല്ലെങ്കിൽ ആ വെളിച്ചം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പാപാന്ധകാരത്താൽ മൂടപ്പെട്ടിരുന്ന ഭൂമിയെ പുനരുദ്ധരിച്ച് വീണ്ടും പ്രവർത്തനം നടത്തുവാൻ ദൈവം പ്ലാനിട്ടിരിക്കയാൽ ഒന്നാമത് ഇരുളിനും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വെളിച്ചം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ ഒരു വേർതിരിവുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വേർപാട്, ആ സത്യത്തിൻ്റെ ആരംഭം ഈ ആദ്യ സൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ എടുത്ത് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കാണപ്പെടുന്ന ഈ ഒരു ദിവസം അല്ലെങ്കിൽ 1-ാം ദിവസം എന്ന് പറയപ്പെടുന്നത് 24 മണിക്കൂർ വീതമുള്ള ദിവസമല്ല, എന്നാൽ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം, ഇങ്ങനെ ദിവസങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ആ ദിവസം മുതലാണല്ലോ 24 മണിക്കൂർ വീതമുള്ള ആ ദിവസം എന്ന് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പുള്ള ദിവസം എന്തിൻ്റെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഏതാണ് കണക്ക് എന്നൊരു സംശയം എല്ലാവരുടെയും ചിന്തയിലുണ്ട്.
ഒരു വിഭാഗത്ത് അല്ലെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ 24 മണിക്കൂർ വീതമുള്ള ഒരു സമയം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് കണക്കാക്കുന്നതിൽ തെറ്റില്ല. കാരണം അത് സാധാ ദിവസം തന്നെ ആയിരിക്കും. ഇപ്പോൾ 24 മണിക്കൂർ നാം ഇന്ന് കാണപ്പെടുന്ന രീതിയിൽ 24 മണിക്കൂർ വീതമുള്ള ഒരു ദിവസം, അത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം. ഇനി മറ്റൊരു കാര്യം, ഇത് മറ്റൊരു മർമ്മം എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്കങ്ങനെ തന്നെ അതിനെ സംബോധന ചെയ്യാൻ പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ദിവസം എന്നത് മനുഷ്യന് അത് 1000 വർഷം പോലെ ആകയാൽ ദൈവം അങ്ങനെ കണക്കൂട്ടുമ്പോൾ അവിടെ ഒരു സംശയമല്ല, ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ആ ഒരു രീതിയിൽ നമുക്ക് കണക്ക് കൂട്ടുവാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു ദിവസം മനുഷ്യന് 1000 വർഷം പോലെ ആണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നെങ്കിൽ ഈ 3-ാം ദിവസം എന്ന് പറയപ്പെടുന്നത് സസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം സൃഷ്ടിക്കുവാനിടയെത്തുന്നു. അപ്പോൾ അതൊക്കെ വളർന്നു വരണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമായതുകൊണ്ട് 1000 വർഷം അത് നിലനിൽക്കത്തില്ല. നമ്മുടെ ദൃഷ്ടിയിലുള്ള 1000 വർഷത്തിൽ കണക്ക് കൂട്ടിയാൽ അതെല്ലാം നിഷ്ഫലമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലദൈർഘ്യമല്ല അവിടെ പറയുന്നത്. അല്ലെങ്കിൽ 3-ാം ദിവസം 1, 2, 3 ദിവസം അങ്ങനെ കണക്ക് കൂട്ടിയാൽ 3000 വർഷം ആകും. അപ്പോൾ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ എങ്ങനെയാണ് സാധാ 24 മണിക്കൂർ വീതമുള്ള 3 ദിവസം ആണെന്ന് കണക്ക് കൂട്ടുന്നതിൽ തെറ്റുമില്ല. എന്നാൽ ഒന്നും കൂടെ ഇറങ്ങി പറഞ്ഞാൽ, ദൈവത്തിന് ആ ഒരു കാര്യം ചെയ്യാൻ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. ആ വെളിച്ചം സൃഷ്ടിക്കുന്നതിന് എന്തുമാത്രം സമയം ദൈവത്തിന് ആവശ്യമായോ ആവശ്യമായിരുന്നുവോ അത്രയും ടൈമാണ് അല്ലെങ്കിൽ അത്രയും സമയമാണ് ദൈവം ഒരു ദിവസം എന്ന് പറയുന്നതിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ 24 മണിക്കൂറുള്ള സാധാ ദിവസം തന്നെ. കാരണം ആ ദിവസത്തിൽ കുഴപ്പമില്ല, വെളിച്ചം സൃഷ്ടിച്ചു, 2-ാം ദിവസം ആകാശം, 3-ാം ദിവസം സസ്യലതാദികൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം 3 ദിവസം 24 വെച്ചുള്ള 3 ദിവസം ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല. പിന്നെ ദൈവത്തിന് അതിനെന്തുമാത്രം ആവശ്യമുണ്ടോ, ആ സമയം ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുത്തു എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്നാമത് ദൈവം സൃഷ്ടിച്ചത് വെളിച്ചമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അതിന് പകലെന്നും രാത്രിയെന്നും പേരിട്ട് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്നാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മുഖവര ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ 1-ാം ദിവസം സൃഷ്ടിച്ച വെളിച്ചം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നാം ചില വാക്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടത് ആവശ്യമാണ്. നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഹെഡിങ് എഴുതണം. വെളിച്ചം ബ്രാക്കറ്റിൽ 1-ാം ദിവസത്തെ സൃഷ്ടി, 1-ാം ദിവസം, വെളിച്ചം എന്ന ഹെഡിങ് കൊടുക്കുക. 1-ാം ദിവസം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഈ 1-ാം ദിവസത്തെ വെളിച്ചം സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ വെളിച്ചമല്ല, പ്രത്യേകത മറ്റെന്തോ ആണ് എന്നാണ് നാം ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി അത് എന്തായിരുന്നു ആ വെളിച്ചം? സൂര്യചന്ദ്ര നക്ഷത്രാദിലെ വെളിച്ചമല്ല എങ്കിൽ പിന്നെ ഈ വെളിച്ചം എന്തായിരുന്നു? പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ, ഇരുട്ട് വ്യാപിച്ചിരുന്ന പ്രപഞ്ചത്തെ, അന്ധകാരത്തിലിരുന്നായ ആ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ആ ഒരു അന്ധകാര യുഗത്തെ അവിടെയോട്ട് വെളിച്ചം ഉണ്ടായപ്പോൾ ഇരുളും വെളിച്ചം തമ്മിലത് വേറിവിരായിക്കട്ടെ എന്ന് അവിടെ സംഭവിക്കുന്നു. അതിന് പകലെന്നും രാത്രിയെന്നും പേരിട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ
ഈ വെളിച്ചം എന്തായിരുന്നു? വെളിച്ചം എന്ന ഹെഡിങ് എഴുതിയെന്ന് കരുതുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം യഹോവയുടെ തേജസ്സായിരുന്നു. യഹോവയുടെ തേജസ് അല്ലെങ്കിൽ യഹോവയായിരുന്നു ആ വെളിച്ചം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മീഖാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം നമുക്ക് വായിക്കാം. മീഖാ 7:8. എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. അപ്പോൾ യഹോവ വെളിച്ചമാകുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വാക്യം കൂടെ എഴുതുക. സങ്കീർത്തനം 27:1. സങ്കീർത്തനം 27:1 നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന, ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ് 27. സങ്കീർത്തനം 27:1 വാക്യം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ് ഇത് വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അപ്പോൾ യഹോവ വെളിച്ചം ആകുന്നു അല്ലെങ്കിൽ വെളിച്ചമായിരിക്കുന്നവനാണ് ആര്? യഹോവ എന്നാണ് ഇവിടെ നാം വായിച്ച് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സകല ചരാചരത്തെയും അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ വേണ്ടി താൻ ചില ദിവസങ്ങൾ വേർതിരിച്ച് ആദ്യമായി അങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അന്ധകാരത്തിൽ കിടന്ന പാഴും ശൂന്യമായിരുന്ന ആ ഭൂമിയിൽ മേൽ ഒരു വെളിച്ചം വീശുവാനിടയായിത്തീർന്നു. അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആ അന്ധകാരത്തെ ആ വെളിച്ചത്താൽ മാറ്റപ്പെടുന്ന ഒരു രംഗമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് മറ്റാരുമല്ല, യഹോവയുടെ തേജസ്സായിരുന്നു, യഹോവയായിരുന്നു. അതാണ് സങ്കീർത്തനക്കാരനും ഇവിടെ എടുത്തു പറയുന്നത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും എന്നവിടെ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് അടുത്ത എഴുതേണ്ടതാണ് സാക്ഷാൽ വെളിച്ചം. സാക്ഷാൽ വെളിച്ചം ക്രിസ്തു ആയിരുന്നു. സാക്ഷാൽ വെളിച്ചം ക്രിസ്തു ആയിരുന്നു. യോഹന്നാൻ 1-ാം അധ്യായം 4-ാമത് വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 4-ാമത് വാക്യം. വായിക്കുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്നുള്ള വായിക്കുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷാൽ വെളിച്ചം എവിടെ നമ്മൾ വായിച്ചു കേട്ടിരിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞു വരികയാണ്. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് 1-ന്റെ 14-ാമത് വാക്യം കൂടെ നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അല്ലേ, 14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ അതാരെയാണ്? സാക്ഷാൽ യേശുക്രിസ്തുവിനെയാണ് ഈ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സബ് ഹെഡിങ് കൂടെ കൊടുത്ത് എഴുതിക്കേ. ഈ വെളിച്ചം എന്തായിരുന്നു? നമ്മളിപ്പം വായിച്ചു നിർത്തിയിരിക്കുന്ന യഹോവയുടെ തേജസ് അല്ലെങ്കിൽ യഹോവയാണ് വെളിച്ചം. സാക്ഷാൽ വെളിച്ചം യേശുക്രിസ്തു. യോഹന്നാൻ 1-ന്റെ 4-14 ഈ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു.
ഇനി അടുത്തൊരു ഹെഡിങ് എഴുതിക്കേ. ഈ വെളിച്ചം എന്തായിരുന്നു, ഈ വെളിച്ചം എന്തായിരുന്നു എന്നൊരു സബ് ഹെഡിങ് കൊടുക്കുക, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഒരു 4-5 പോയിൻ്റ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത് എഴുതിക്കൂ. വെളിച്ചം എന്ന് എഴുതിയല്ലോ, ഈ വെളിച്ചം എന്തായിരുന്നു എന്ന് എഴുതിയല്ലോ. ഒന്നാമത്തെ പോയിൻ്റ്, ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രഭ ആയിരുന്നു. എബ്രായർ 1:3 വാക്യം. എബ്രായർ 1:3 വാക്യം. ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു. എഴുതുക, റെഫറൻസ് എബ്രായർ 1:3 വാക്യം. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ തൻ്റെ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശി ആയതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനാക്കി തീരുകയും ചെയ്തു. നമ്മൾ ഫുള്ളായിട്ട് വായിക്കേണ്ട, നമ്മുടെ വാക്യം 3 ആദ്യം തന്നെ തെളിഞ്ഞു. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും. അപ്പോൾ അവൻ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു അല്ലേ. അതായത് നമുക്കൊന്നാം വാക്യം വരുമ്പം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അല്ലെങ്കിൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ, ആരെ? യേശുവിനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ, ആരുടെ? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും കൊണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ വെളിച്ചം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവ തേജസ്സിൻ്റെ പ്രഭ ആണ് ആ ആദിമ ദിവസം അല്ലെങ്കിൽ ഒന്നാം ദിവസം അല്ലെങ്കിൽ അവിടെ പ്രതിഫലിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഈ വാക്യം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. 2, അത് ജീവനായിരുന്നു. ഈ വെളിച്ചം എന്തായിരുന്നു? ജീവൻ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:4 വാക്യം. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1 ജീവൻ ആയിരുന്നു. 1:4 മുതൽ അല്ലെങ്കിൽ 4, 5, 9 വാക്യങ്ങൾ. 4, 5, 9 വാക്യങ്ങൾ. അവിടേക്ക് 4-ാം വാക്യം എന്താണ്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം ആരിൽ വെളിച്ചമുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഇനി ആ വചനം ദൈവമായിരുന്നു. പിന്നെ അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു പറഞ്ഞ വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുന്ന ആ വചനം ദൈവമായിരുന്നു പറയുന്ന ആ വചനം അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരിൽ? ഈ വചനമായിരിക്കുന്നവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ജീവനായിരുന്ന വെളിച്ചമാണ് അവിടെ ആദ്യമായി കാണുവാൻ സാധിക്കേണ്ടതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി 9-ാമത് വാക്യം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നവിടെ വായിക്കുന്നു. അപ്പോൾ ഈ വെളിച്ചം അത് തേജസ്സിൻ്റെ പ്രഭ മാത്രമല്ല, അത് ജീവനായിരുന്നു, മനുഷ്യരുടെ ജീവനും കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ജീവനിൽ വെളിച്ചമായിട്ട് പ്രവർത്തിക്കുന്നവനായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 3-ാമത് ക്രിസ്തുവിൻ്റെ മഹത്വമായിരുന്നു. 3-ാമത്തെ ഭാഗം ക്രിസ്തുവിൻ്റെ മഹത്വം. എഴുതണേ, 3-ാമത്തെ പോയിൻ്റ് ക്രിസ്തുവിൻ്റെ മഹത്വമായിരുന്നു. 1 തിമോഥെയോസ് 6:16. 1 തിമോഥെയോസ് 6:16 ഇങ്ങനെയാണ് വായിക്കുന്നത്. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും
അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. അവിടെ ഇരിക്കുന്നത് ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ഉച്ച സമയത്ത് നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന സൂര്യനെ പോലും നമുക്ക് നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. കാരണം നമ്മളെ കണ്ണിനൊരു ദോഷമുണ്ടാകും അല്ലേ. അപ്പോൾ അതിന് 2-3 സെക്കൻഡ് പോലും നമുക്ക് നോക്കാൻ വഹിയാത്ത നമ്മൾ ഇങ്ങനെയാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന ആ ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരിക്കുന്ന കർത്താവിനെ എന്ത് ചെയ്യും, അത്രത്തോളം മഹത്വമുള്ളവനായിരുന്നു കർത്താവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ് ഈ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചമായവൻ, അത്രത്തോളം വളരെ വെളിച്ചത്തിൽ പ്രകാശിക്കുന്നവനാണ് ആര്, യേശു ക്രിസ്തു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് 4-ാമത്തെ പോയിൻ്റ്, യേശു ലോകത്തിൻ്റെ വെളിച്ചം ആണ്. 4-ാമത്തെ പോയിൻ്റ് എഴുതിക്കോ, യേശു ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. യോഹന്നാൻ 8:12. യോഹന്നാൻ 8:12 ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയപ്പെടുന്നത്? നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 1-ാം ദിവസത്തെ സൃഷ്ടിയെക്കുറിച്ചാണ് അല്ലേ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി, വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവ തേജസ്സിൻ്റെ യഹോവയുടെ തേജസ്സായിരുന്നു. അത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു. അത് ജീവനാണ്. അത് ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. ഇപ്പോൾ നാം വായിച്ചു കേട്ടത് അത് യേശുവാണ് എന്ന് പറയുന്നു. അപ്പം യേശു ഈ ലോകത്തായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിലെ ആ ചരിത്ര ഭാഗങ്ങളെല്ലാം നമുക്കറിയാം. അതിൻ്റെ കാലസമ്പൂർണത വന്നപ്പോൾ ഗലാത്യ ലേഖനം 4:4 അല്ലേ, ഗലാത്യർ 4:4 കാലസമ്പൂർണതയിൽ അവൻ സ്ത്രീയിൽ നിന്ന് മാത്രം ജനിച്ചവനായി ഈ ലോകത്തിൽ വന്നു, അല്ലെങ്കിൽ പിറന്നു വീണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാലസമ്പൂർണതയിൽ യേശു വന്നു, ജനിച്ചു, താൻ വളർന്നു, പ്രവർത്തിച്ചു, മരിച്ച്, അടക്കം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. ഇനി നമ്മെ ചേർക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ ചേർക്കുവാൻ വേണ്ടി താൻ വീണ്ടും വരുന്നു എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താൻ ഈ ലോകത്തായിരുന്നപ്പോൾ, താൻ ഈ ഭൂമിയിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്നതായിരിക്കുന്ന അല്ലെങ്കിൽ താൻ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മുടെ വായിച്ച് കേട്ടിരിക്കുന്നത്. യേശു ലോകത്തിൻ്റെ യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ചില കാര്യങ്ങൾ പുറകിലൊക്കെ ആ സംഭവങ്ങളൊക്കെ അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, അത് വിവരിക്കുന്നില്ല. അവിടെ യേശു പിന്നെയും അവരോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുമ്പും സംസാരിക്കുന്നുണ്ടായിരുന്നു, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അപ്പം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശു അത്ര ധൈര്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാക്യം അവിടെയാണ് ആ വിഷയം കൂടുതലായിട്ടും തെളിയുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യം പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ തൻ്റെ പുത്രനായിരിക്കും, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ക്രിസ്തു, അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായിരിക്കുന്ന ആ ത്രിയേക ദൈവത്തിൻ്റെ പ്രഭ, ആ ദൈവത്തിൻ്റെ തേജസ്, ആ ദൈവത്തിൻ്റെ ആ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ തൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഒന്ന് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ ആ പ്രഭ പ്രതിഫലിപ്പിച്ചു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വാക്യത്തിൽ കൂടെ. അതുകൊണ്ട് താൻ മനുഷ്യാവതാരമായി കടന്നു വരുമ്പോൾ താൻ അവിടെ നിന്ന് പറയുന്ന കാര്യമാണ് വായിച്ച് കേട്ടിരിക്കുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഈ സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഞാൻ വെളിച്ചമായി അവിടെ ഞാൻ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. 5-ാമത്തെ പോയിൻ്റ്, ദൈവം ബ്രാക്കറ്റിൽ യേശു എന്നും കൂടെ എഴുതിക്കൂ. ദൈവം
ഭൂമിയുടെ വെളിച്ചമായിരിക്കുന്നു. വെളിപ്പാട് 22:5. വെളിപ്പാട് 22:5. ഇനി രാത്രി ഉണ്ടാകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുകൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത്, ഒന്നുകൂടെ വായിക്കുന്നു. കർത്താവ് ഇനി രാത്രി ഉണ്ടാകില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് ഉണ്ടോ, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് സകല ചരാചരങ്ങൾ അല്ലെങ്കിൽ ആ പാഴും ശൂന്യമായി കിടന്നതായിരിക്കുന്ന ആ അവസ്ഥയിൽ സൂര്യൻ്റെ വെളിച്ചം അവിടെ ഇല്ലാതിരിക്കെ ഉണ്ടായ വെളിച്ചം ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു. അത് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിരുന്നു. സാക്ഷാൽ വെളിച്ചമായിരിക്കുന്നവൻ യേശുക്രിസ്തു ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വചനത്തിൽ കൂടി വെളിപ്പെടുന്ന ഒരു മർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് 22 ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം കൂടെ താൻ അവിടെ എടുത്തു പറയുന്നു. എന്ത്? ആ പുതിയ ഭൂമിയിൽ അവിടെ കാണുന്ന ഭാഗമാണ്, ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നതുണ്ട്. എടുത്തു പറയുന്നു, ശ്രദ്ധിക്കുക, വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ സൂര്യൻ്റെ വെളിച്ചം ഇനി അവർക്ക് ഭാവിയിൽ വേണ്ട എങ്കിൽ ഞാൻ തിരിച്ചു ചിന്തിക്കുന്നു, അല്ല പറയുന്നു, അത് പ്രാരംഭപടിയിൽ ആ സൂര്യൻ്റെ വെളിച്ചം ഇല്ലാതിരിക്കെ അവിടെ ഉണ്ടായ വെളിച്ചം മറ്റൊന്നായിരുന്നു. അത് ദൈവത്തിൻ്റെ പ്രഭയായിരുന്നു, ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു, അത് ജീവനായിരുന്നു, ക്രിസ്തുവിൻ്റെ മഹത്വമായിരുന്നു, സാക്ഷാൽ വെളിച്ചം യേശുവായിരുന്നു. മാത്രമല്ല അത് ദൈവം ഭാവിയിൽ വരാൻ പോകുന്നത് കൊണ്ട്, വെളിച്ചമായി തീരുന്നത് കൊണ്ട് ഒന്നും കൂടെ തെളിവിട്ട് നമുക്ക് വേണ്ടി അത് എഴുതിയിരിക്കുന്നൊരു വാക്യമാണ് വെളിപ്പാട് 22:5 നാം വായിച്ച് കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെളിച്ചം എന്ന് പറയപ്പെടുന്നത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ തേജസ്സും സാക്ഷാൽ വെളിച്ചമായിരിക്കുന്നവൻ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. അതായത് ഒന്നാം ദിവസത്തെ സൃഷ്ടി, അവിടുത്തെ വെളിച്ചം അത് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ആ തേജസ്സിൻ്റെ പ്രഭയാണ് അവിടെ വെളിപ്പെടുവാനിടയായിത്തീർന്നതെന്ന് നാം മനസ്സിലാക്കണം ഈ വചനത്തിൽ കൂടി. ഓക്കെ, എന്നാൽ ഇനി അതിന് മറ്റൊരു ഭാഗത്തിലും കൂടെ ഒന്ന് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് ഞാൻ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്തൊരു ഹെഡിങ് എഴുതേണ്ടത് ഇങ്ങനെയാണ്: ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം. ഒരു ഹെഡിങ് എഴുതിക്കൂ: ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം. മത്തായി 5:14-16 അണ്ടർലൈൻ ചെയ്യുക. ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം. ഹെഡിങ് എഴുതിയെന്ന് വിചാരിക്കുന്നു. ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം. ഒന്നാമത്തെ പോയിൻ്റ്, ഒരു 4 കാര്യം കൂടെ നമുക്ക് എഴുതി ക്ലാസ് ഇന്ന് നിർത്താം. ഓക്കെ. 1, ആത്മീയ വെളിച്ചം ക്രിസ്തുവിൽ നിന്നും വരുന്നു. ആത്മീയ വെളിച്ചം ക്രിസ്തുവിൽ നിന്നും വരുന്നു. എബ്രായർ 7:14. എബ്രായർ 7:14 വാക്യം: യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. യഹൂദയിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. അപ്പം കർത്താവിൻ്റെ ആ വെളിച്ചം, അല്ലെങ്കിൽ അത് ഉദിച്ചത് യഹൂദയിൽ നിന്നാണ്, യഹൂദ ഗോത്രത്തിൽ കൂടിയാണ് അത് വന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. വിവരിക്കുന്നില്ല. തീത്തോസ് 2:11. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്
അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നെഴുതിയിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മുടെ വിഷയം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയായിട്ട് കർത്താവിൽ കൂടി നമുക്കത് ലഭിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്സാണ് അല്ലേ, ആ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മെ ഒരുക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു എന്നുള്ള നമ്മുടെ ഹെഡിങ്. അപ്പോൾ ആ വചനം വരുന്ന, ആ വെളിച്ചം വരുന്ന ആ റൂട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പം തീത്തോസ് 2:11 നമ്മൾ വായിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, സഭ ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം. സഭ ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം. മത്തായി 5:14, മത്തായിയുടെ സുവിശേഷം 5:14 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു. മുമ്പേ നമ്മൾ യോഹന്നാൻ 8:12 വായിച്ചത് എങ്ങനെയായിരുന്നു അല്ലേ? യേശു ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു. അപ്പം ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ താൻ പറയുന്നു യേശു ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ 1:12 നമ്മൾ വായിച്ച് കേട്ടല്ലോ. നമ്മളത് വാക്യം വായിച്ചില്ല എങ്കിലും 1:11-12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നവിടെ വായിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തു യേശു വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൽ ആയിത്തീരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവർ ആയിരിക്കണം. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ അന്ധകാര യുഗത്തിൽ എന്താണെന്നും നമ്മൾ അവർക്ക്, അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവർക്ക്, ഇരുളിൽ നടക്കുന്നവർക്ക് നാം വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് കർത്താവ് നമ്മെ അത് പരമേൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന അധ്യായങ്ങളാണ് അല്ലേ. താൻ പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ മലമേൽ കൊണ്ടുവന്ന് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന ചില തിയറികൾ പറഞ്ഞു കൊടുക്കുന്ന അധ്യായങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അവരെ കൊടുക്കുന്ന മർമ്മപ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങൾ താൻ പറഞ്ഞു വരുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്യമാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക്, അവർക്ക് നാം അല്ലെങ്കിൽ നിങ്ങൾ ദൈവസഭയായിരിക്കുന്ന അവരുടെ പ്രതിനിധികളായിരിക്കുന്ന ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആയിരിക്കണം എന്നവരോട് പറഞ്ഞ് അവരെ ഭരമേൽപ്പിക്കുന്ന വാക്യമാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം നാം ഓരോരുത്തരും എന്താണ്, ലോകത്തിൻ്റെ വെളിച്ചമായി തീരേണ്ടവരാണ് എന്നാണ്. അടുത്തത് മൂന്നാമത്തത്, ദൈവവിശുദ്ധന്മാർ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം. ദൈവവിശുദ്ധന്മാർ എഫേസ്യർ 5:8-14 വരെ. എഫേസ്യർ 5:8 മുതൽ വായിക്കുന്നു: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇവിടെ എഴുതിയിരിക്കുന്നത് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ്, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പൈതങ്ങൾ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനി ആയിരിക്കുന്ന അല്ലെങ്കിൽ അവനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി ആയി തീരുന്നതിന് മുൻപ് അവരെന്തായിരുന്നു? അവർ ഇരുളായിരുന്നു. അതാണ് പറഞ്ഞാൽ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ, എപ്പോഴെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അംഗീകരിച്ചത് മുതൽ നിങ്ങൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇനി കർത്താവിന് പ്രസാദമായത് എന്തെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഏത് കാര്യമാണെന്ന് പരിശോധിച്ചും കൊണ്ട് വെളിച്ചത്തിലുള്ളവരായി
നടന്നുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ കർത്താവിനുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവും മല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ സൽഗുണങ്ങൾ, നീതിയും സത്യവും ഇത് ഒരുവനിൽ പ്രകടമാകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിലായി തീരുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ അവരിൽ നിന്നും ഉത്ഭവിക്കേണ്ടത് ആവശ്യമാണെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സകല വിശുദ്ധന്മാരും അല്ലെങ്കിൽ ദൈവ മക്കളെല്ലാവരും ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം എന്നുള്ളതാണ് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത പോയിൻ്റ് കൂടി എഴുതി നമുക്ക് നിർത്താം. ഓക്കെ, നാം വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. നാം വെളിച്ചത്തിൽ നടക്കുന്നവർ ആയിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 12 35 വാക്യം, 35-ാമത് വാക്യം. അതിന് യേശു അവരോട്, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ ആകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. ഉണ്ടോ? അപ്പോൾ നാം എല്ലാവരും അല്ലെങ്കിൽ ഒരു വിശ്വാസി എല്ലാവരും വെളിച്ചത്തിൽ, എപ്പോഴും വെളിച്ചത്തിൽ നടക്കണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മൾ വിഷയത്തിൻ്റെ പോകുന്ന റൂട്ടുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് യേശു, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. അപ്പോൾ അതായത് ഈ വെളിച്ചമായവൻ എങ്ങോട്ട് പോവുകയാണ്? സ്വർഗത്തിലേക്ക് പോകുകയാണ്. അപ്പോൾ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഇരുളാവും. മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള പറയുന്നത്? അതിന് യേശു, കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ല. കാരണം ഇരുട്ടാകുമ്പോൾ എങ്ങോട്ട് പോകുന്ന ലക്ഷ്യമില്ല. അതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ വെളിച്ചത്തിൽ വിശ്വസിക്കും, കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിലായിത്തീരുകയും കർത്താവിൽ വസിക്കുമ്പോൾ അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ നമുക്ക് ആയിത്തീരുവാൻ ഇടയായിത്തീരും. അപ്പം നാം എല്ലാവരും വെളിച്ചമുള്ളവരായിരിക്കണം. ദൈവ പൈതലായിരിക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കണം, അനേകർക്ക് വെളിച്ചമായി തീരണം എന്നിത്യാദി കാര്യങ്ങളാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി നിർത്തിയത് ക്രിസ്ത്യാനി ഹെഡിങ്, ക്രിസ്ത്യാനി ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം. 1, ആത്മീയ വെളിച്ചം ക്രിസ്തുവിൽ നിന്ന് വരുന്നു. 2, സഭ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 3, ദൈവ വിശുദ്ധന്മാർ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 4, നാം വെളിച്ചത്തിൽ നടക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓക്കെ, അടുത്ത ഒരു വാചകം കൂടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. സത്യജ്ഞാനം ഇല്ലാതെ നടക്കുന്നതാണ് ഇരുട്ട്. സത്യജ്ഞാനം ഇല്ലാതെ നടക്കുന്നതാണ് ഇരുട്ട് എന്നവിടെ ഒരു വാചകം എഴുതിയിട്ടു. എന്നിട്ട് ഒരു വാക്യം കൂടെ നോക്കാം. യോഹന്നാൻ 3:19. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഒന്നുകൂടെ വായിക്കുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വായിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വെളിച്ചമായവൻ. അപ്പം വെളിച്ചം അല്ലെങ്കിൽ യേശു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ ആ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോൾ ഇരുളിനെ സ്നേഹിച്ചിരുന്നുകൊണ്ട് അവർക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ളതാണ്. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു.
എന്നവിടെ വായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ സത്യജ്ഞാനം ഇല്ലാതെ നടക്കുന്നതാണ് ഇരുട്ട് എന്നുള്ളതാണ്. അപ്പം ഇരുളിൽ നടക്കുന്നവൻ സത്യത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതൊരു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഗുണപാഠം എന്ന രീതിയിൽ ആ വാക്യം നമുക്ക് എഴുതാം. സത്യജ്ഞാനം ഇല്ലാതെ നടക്കുന്നതാണ് ഇരുട്ട്, അപ്പോൾ യേശുവിലായി തീരുന്നതാണ് വെളിച്ചം എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് 1-ാം ദിവസത്തെ കാര്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തിനും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. ഇത്രയും കാര്യമാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാനിടയിൽ തീർന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ അങ്ങനെ ഇട്ട് കളയാതെ അതിനെ പുനരുദ്ധരിച്ച് വീണ്ടും മനോഹരാവസ്ഥയിൽ കൊണ്ടുവരണമെന്ന് താൻ ഹൃദയത്തിൽ ചിന്തിച്ച് അതിനുവേണ്ടി ചില ദിവസങ്ങൾ വേർതിരിച്ച് അതിനുവേണ്ടി ക്രമീകരിക്കപ്പെട്ട ആ സമയപരിധിക്കുള്ളിൽ ഓരോ സൃഷ്ടിവാരങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണമാണ് 1-ാം അധ്യായം മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ 1-ാമത്തെ ദിവസത്തെ സൃഷ്ടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കപ്പെടുവാനിടയെ തീർന്നത്. മനസ്സിലാക്കാണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കപ്പെടുകയാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ അത് സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ വെളിച്ചം അല്ലായിരുന്നു ഈ 1-ാം ദിവസത്തെ വെളിച്ചം. അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ യഹോവയുടെ തേജസ്സാണ്. അത് തേജസ്സായിരുന്നു. സാക്ഷാൽ വെളിച്ചമായിരിക്കുന്നവൻ ക്രിസ്തുവായിരുന്നു. പിന്നെ ദൈവ തേജസ്സിൻ്റെ പ്രഭയായിരുന്നു. അത് ജീവനായിരുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വമായിരുന്നു. സാക്ഷാൽ അത് യേശുക്രിസ്തു തന്നെയായിരുന്നു. പിന്നെ ഏറ്റവും ഒടുവിലായി യേശുക്രിസ്തു പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രഭയാണ്, അല്ലെങ്കിൽ സാക്ഷാൽ എല്ലാ വെളിച്ചവും ആ സൂര്യൻ്റെ വെളിച്ചം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നാൾ വരാൻ പോകുന്നു എന്നുള്ളത് സത്യം നമ്മെ വിളിച്ചറിയിക്കുന്നു. മാത്രമല്ല ആ കർത്താവിൽ ആ ക്രിസ്തു ആ വെളിച്ചത്തിൽ വസിക്കുന്നവൻ നാം ഓരോരുത്തരും ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. ആത്മീയ വെളിച്ചം ക്രിസ്തുവിൽ നിന്ന് വരുന്നു. സഭ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സഭ വിശുദ്ധന്മാർ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നാം എല്ലാവരും വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. നാം ഇത് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒറ്റ ഉദ്ദേശം ഒന്ന് മാത്രമുള്ള കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഇരുളിൽ നടക്കാതെ വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വചനത്തിൽ കൂടി ഇന്ന് ഈ ക്ലാസ്സിൽ കൂടി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതും. അതുകൊണ്ട് നമുക്കും ഒരു തീരുമാനമെടുക്കണം. എന്താണ്? വെളിച്ചത്തിൽ നാം എല്ലാവരും, കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് സഭ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകണം അല്ലെങ്കിൽ ആകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ സാക്ഷാൽ ഈ വചനം കേൾക്കുന്ന ഈ നിമിഷം നാം ഒന്ന് ചിന്തിക്കുക. ഒരു നിമിഷം ചിന്തിക്കുക. എന്താണ്? ഞാനും നിങ്ങളും അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾ സാക്ഷാൽ ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നാം ഈ ക്ലാസ് പഠിക്കുമ്പോൾ ഒരു വെളിച്ചമായി തീരുവാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കർത്താവിന് വേണ്ടി ജീവിതത്തെ ക്രമീകരിക്കപ്പെടുകയും കർത്താവിനോട് ജീവിതം സമർപ്പിക്കപ്പെടുകയും ചെയ്യുവാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ. അത് നിങ്ങൾക്കൊരു വഴിത്തിരിവായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ബൈബിൾ ക്ലാസ്സിൽ കൂടി സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണം. ഈ വചന പഠനം അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, അത് 30, 60, 100 മേനി വിളഞ്ഞ് നല്ല നിലത്ത് വീണം വിത്ത് പോലായി തീരുവാൻ കർത്താവെ നീ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാൻ അടിയനെ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.